April 14th. വാലന്റൈൻസ് ഡേ ആണ്. നമ്മുടെ കൂടെയുള്ള ഗസ്റ്റും വളരെ സ്പെഷ്യൽ ആണ്. ഹലോ മൈ ഡിയർ റോങ് നമ്പർ. RJ അഞ്ജലി ആൻഡ് ജിനു മനോഹർ. ഈ ചേട്ടന്റെ അമ്മയായിട്ട് അതുവഴി വന്നു. നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ചേട്ടനെ നോക്കണം. പക്ഷെ ആ ചേട്ടൻ അപ്പം മുതൽ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഇൻട്രസ്റ്റ് വരാൻ കാരണം ഈ മനുഷ്യൻ പറയും ഈ മനുഷ്യനോട് എനിക്ക് തോന്നിയ അട്രാക്ഷൻ ആണ്. അതുകൊണ്ടല്ല എന്നെ വിളിക്കല്ലേ, എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ, പക്ഷെ ഇങ്ങനെ പറയണം എന്നാണ്. അപ്പൊ ശരിയേട്ടാ വിളിക്കാന്ന് പറയും. ഒരു ചെറിയ പെർഫോമൻസ്, ഒരു പാട്ടോ വല്ലതും കൊണ്ട് ഞാനേ മറ്റേ എൻ്റെ അടുക്കേ വന്നെടുക്കും. ഒരാൾക്ക് കുളിക്കണം, ഉപ്പും പായസം മാത്രമേ ഉള്ളൂ, അയാൾ എന്ത് ചെയ്യും? പായസത്തിൽ കുറച്ച് ഉപ്പിടും, എന്നിട്ട് അത് കൊളാവും. ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ. അയ്യോ, അതെ, താങ്കൾ നോക്കുന്ന അതേ വെബ്സൈറ്റിൽ ഒരുപാട് ഞാൻ അടിച്ചു. ഹായ്, ഹലോ, വെൽക്കം ടു ടേണിംഗ് പോയിന്റ്. ഇന്ന് April 14th, വാലന്റൈൻസ് ഡേ ആണ്. നമ്മുടെ കൂടെയുള്ള ഗസ്റ്റും വളരെ സ്പെഷ്യൽ ആണ്. നമ്മുടെ ഗസ്റ്റ് ആരാണ് നിങ്ങൾക്ക് അറിയുമോ? ഹലോ മൈ ഡിയർ റോങ് നമ്പർ. ഇത് തന്നെയാണ് നമ്മുടെ ഗസ്റ്റ്. RJ അഞ്ജലി ആൻഡ് ജിനു മനോഹർ, ഇവരാണ് നമ്മുടെ ഗസ്റ്റ്. ഹായ്, ഹലോ, വെൽക്കം ടു ടേണിംഗ് പോയിന്റ്. താങ്ക് യു, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ വാലന്റൈൻസ് ഡേ ആണ്. നിങ്ങളുടെ ഈ വർഷത്തെ വാലന്റൈൻസിന് എന്താണ് പ്രോഗ്രാം? ഞാനിവിടെ വന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഇത്രയും കളർഫുൾ ആയിട്ടൊരു വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഇതുവരെയും പറ്റിയിട്ടില്ല. അപ്പൊ അത്രയും അടിപൊളിയാണല്ലോ എന്ന് തോന്നി. പഴയ ഓർമ്മകളൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരു വേദി ഒരുക്കിയ പോലെ. നിങ്ങളുടെ എങ്ങനെ, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ, ലവ് മാരേജ് ആയിരുന്നോ? രണ്ട് വേർഷൻ ആയിരിക്കും. അപ്പൊ എന്റെ വേർഷൻ, ഞങ്ങള് ഒരു കല്യാണ വീട്ടിൽ വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ വെറുതെ ഇങ്ങനെ കല്യാണ ആലോചനകളൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു സമയം വെച്ചാൽ വേറെയും ആലോചനകൾ ഇങ്ങനെ വരുമല്ലോ ഒരു കല്യാണ വീട്ടിൽ പോകുമ്പോഴത്തേനും. വെറുതെ ഇങ്ങനെ ഈ കുട്ടി ആലോചിക്കുന്ന അങ്ങനെയല്ല. അങ്ങനെ ഞാൻ വെറുതെ ഞാൻ എന്റെ കുഞ്ഞമ്മയടുത്ത് പറഞ്ഞാണ് ഈ ചേട്ടന്റെ അമ്മയായിട്ട് അതുവഴി വന്നു. നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ചേട്ടനെ നോക്കണം. പക്ഷെ ആ ചേട്ടൻ അപ്പം മുതൽ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ അന്തർധാര സജീവമാവുകയും. ആദ്യം പ്രപ്പോസ് ചെയ്തത്? I was the first one to propose. പ്രപ്പോസൽ. ഓക്കേ, എങ്ങനെയായിരുന്നു? ക്ലീഷേ സ്റ്റൈൽ ആയിരുന്നോ അതോ ജസ്റ്റ് പോയി പറഞ്ഞോ? നമ്മള് മാരേജിനെ കണ്ടു. എനിക്ക് ഓർമ്മ, ഞാൻ അങ്ങനെ പറഞ്ഞു, ഇയാളല്ലേ ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഞങ്ങള് കണ്ട കല്യാണ ഫംഗ്ഷൻ വെച്ച് കണ്ടു. അപ്പൊ I was interested in her and she was too. നല്ലതൊക്കെ ആയിരിക്കും ചിലപ്പോ പറയുന്നത്. അപ്പോ ലൈക്ക് ഇപ്പൊ അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചു അതാരാണ് എന്നിങ്ങനെ ചോദിച്ചു. മമ്മി ഒന്ന് നിനക്ക് പരിചയപ്പെടുമോ, എന്നാ പിന്നെ പാടാന്ന് പറഞ്ഞു. മമ്മി വാസ് ലൈക്ക് ഇപ്പം ചുമ്മാ നമ്മളെ ഒന്ന് ഇളക്കി വിടാന്നുള്ള രീതിയിലാണ്. അപ്പൊ അങ്ങനെ പിന്നെ ഞങ്ങള് സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടപ്പോ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ വഴിയൊന്നുമില്ലല്ലോ. അപ്പൊ ഇത് എങ്ങനെ നമ്പർ മേടിച്ചില്ല. അപ്പൊ എവിടെയാ പഠിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ സംസാരിച്ചു എന്താ പേര്. അപ്പൊ ഞാൻ നമ്മളിതൊരു ഫസ്റ്റ് ടൈം ആണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇങ്ങനെ മമ്മിയും അങ്ങനെ ഫസ്റ്റ് ടൈം ആണ് എന്നോട് പറയുന്നത്. അപ്പൊ നമ്മളൊരു ഇത്രയും ആൾക്കാര് ചമ്മൽ, ഇവരൊക്കെ ഈ ഗേൾസ് സൈഡിൽ നിന്നൊക്കെ ഭയങ്കര ചിരി. അപ്പൊ അങ്ങനത്തെ ഒരു ചമ്മലുണ്ട്. അപ്പൊ എവിടെയാ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ EC എന്ന് പറയും. ഇത്രേ പറഞ്ഞല്ലോ, സംസാരിച്ചല്ലോ. പിന്നെ ഇവിടെ വന്നിരുന്ന ഇൻസ്റ്റ ഇല്ല, അപ്പൊ ഫേസ്ബുക്ക് മാത്രമേ ഉള്ള സംഭവം. അപ്പൊ ഫിൽറ്റേഴ്സ് വെച്ചിട്ട് സെർച്ച് ചെയ്തു ആളെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട്. SHM ഇന്ന ബാച്ച് ഇന്ന EC എന്നൊക്കെ പറഞ്ഞിട്ട് തപ്പിയിട്ടൊന്നും ഒരു രക്ഷയില്ല കിട്ടുന്നില്ല. കാരണം ഒറ്റ തവണയിലേ കണ്ടിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞ് ഇല്ല, അതിനു മുമ്പ് തന്നെ നമ്മളിതിനെ അനിയത്തിയുടെ ഫോണിൽ നിന്ന് സെർച്ച് ചെയ്തു. അത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതിന് മുമ്പേ ഞങ്ങൾ സെർച്ച് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് ഓൾമോസ്റ്റ് ആ റൂട്ടായി ഇവരൊരു ഗ്രൂപ്പ് ഫോട്ടോ കിട്ടി. അപ്പൊ എനിക്കിത് ഇയാളാണോ അല്ലയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം കുറച്ച് സമയമല്ലേ കണ്ടല്ലോ. അപ്പൊ ആൾ ഇത് തന്നെ ആണോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഇത് തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയച്ചു. അഞ്ജലിയുടെ സിസ്റ്ററിന്റെ ഇതിലൊന്ന് ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയച്ചു. അപ്പൊ പിന്നെ അപ്പൊ അങ്ങനെ എനിക്ക് കൺഫ്യൂഷൻ ആയത്. എനിക്ക് ഇൻട്രസ്റ്റ് വരാൻ കാരണം ഈ മനുഷ്യൻ പറയും ഈ മനുഷ്യനോട് എനിക്ക് തോന്നിയ അട്രാക്ഷൻ ആണ്. അതുകൊണ്ടല്ല ഈ പറയുന്ന മമ്മി നന്നായിട്ട് ഒരുങ്ങി വളരെ സുന്ദരിയായിട്ടാണ് വന്നത്. പിന്നെ മമ്മി ഫ്രണ്ടിൽ ഇങ്ങനെ നടക്കുന്നു. മമ്മിക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫാമിലി എനിക്ക് അപ്പോഴേ ഞാൻ റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ റീഡിങ്സ് എല്ലാം കറക്റ്റ് ആയിരുന്നു. എനിക്കും അതേ ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട്.
മാറ്റമില്ല. correct ആണ്. അങ്ങനെയാണ് ഞാൻ അപ്പോഴും അങ്ങനെയാണ് വിചാരിച്ചത്. കാരണം മമ്മി വന്ന് നമ്മളോട് സംസാരിക്കുന്നു, ഒരുങ്ങി മമ്മിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ മാച്ചിങ് ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് ഭയങ്കര സുന്ദരിയായിട്ടുള്ള ഒരു മമ്മി, ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മമ്മി. മമ്മിയെ കണ്ട് മോനെ പ്രേമിച്ചു. മമ്മി നന്നായിട്ട് സാരി കൊടുക്കും, നന്നായിട്ട് സാരി കൊടുക്കും. അപ്പം അതേപോലെ കെയർ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ സംഭവിച്ചു. ഇതുവരെയും കറക്റ്റ് ആണ്. അതുപോലെ തന്നെ പോട്ടെ. നിങ്ങള് പ്രണയം അത് തന്നെ തുടങ്ങി. പ്രണയിച്ച് എത്ര നാളെ കല്യാണം കഴിച്ചു? എനിക്ക് ഓർമ്മയില്ല. നമ്മള് ഓർമ്മയൊക്കെ തിരിച്ചെടുക്കാൻ വേണ്ടി അതായത് എഞ്ചിനീയറിംഗ് ലാസ്റ്റ് ഇയർ ആയപ്പോഴാണ് നമ്മൾ കാണുന്നത്. ആണോ? കറക്റ്റ് ആണോ? ആണ്. ഫൈനൽ ഇയർ 7th സെമസ്റ്റർ ആയിരുന്നപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. ആൻഡ് സൂൺ ഷീ ഗെറ്റ് ഇൻടു S8 ലാസ്റ്റ് ഫൈനൽ സെമ്മിലേക്കായി. ഞാൻ അപ്പോഴേ ഇങ്ങനെ എനിക്ക് റേഡിയോ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ റെസ്യൂമേ ഒക്കെ പ്രിപ്പയർ ചെയ്തതും അപ്ലൈ ചെയ്തതും ഒക്കെ ജിനു ആണ്. സംസാരിക്കുമ്പോ എന്നോട് ആദ്യം പറഞ്ഞായിരുന്നു അപ്പൊ എന്തോ ഇങ്ങനെ ഇപ്പൊ എനിക്ക് RJ ആവണമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ അത് കൊള്ളാലോ, അതൊരു വെറൈറ്റി സംഭവമാണല്ലോ. ഫസ്റ്റ് തോട്ടം അത് വേറൊരു ആൾക്കാരെ പെട്ടെന്ന് പെർസീവ് ചെയ്യാത്തൊരു സംഭവം. ഐ മീൻ അറ്റ്ലീസ്റ്റ് നമ്മുടെ സർക്കിൾസിലൊന്നും അങ്ങനെ പെർസീവ് ചെയ്യാത്തൊരു ഡ്രീമാണ്. അപ്പൊ അങ്ങനെ അത് വേണമെന്ന് പറയുമ്പോൾ തന്നെ കൊള്ളാലോ, സംഭവം കൊള്ളാലോ എന്ന് തോന്നി എനിക്ക്. പിന്നെ ഇപ്പം ഈ സംസാരിച്ച് വന്നപ്പം ഷീ ഈസ് മോർ ലൈക്ക് മീൻസ് ഇപ്പം നമ്മളിങ്ങനെ കൊണ്ട് നടക്കണം. പാമ്പറിങ് ഓൾസോ ഷീ ഡു നീഡ് ദാറ്റ്. പക്ഷെ നമ്മൾ കൊണ്ട് നടക്കണം. നമ്മൾ പിള്ളേരെ നോക്കുന്ന പോലെ തന്നെ നോക്കണം. ഇൻസ്റ്റാഗ്രാമില് റീൽസും മീമൊക്കെ കാണില്ലേ, ഐ വാണ്ട് സമൺ ഹു ലുക്സ് ലൈക്ക് ദിസ് എന്നൊക്കെ അല്ല, ഷീ നീഡ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ് എവറിത്തിങ്. അപ്പൊ അങ്ങനെ അപ്പൊ എനിക്ക് അന്നത് ഭയങ്കര രസമായിരുന്നു. അത് ഡെഫിനറ്റ്ലി മോർ റെസ്പോൺസിബിലിറ്റീസ് നമ്മുടെ സൈഡിലേക്ക് വരുമല്ലോ. അപ്പൊ അത് എനിക്ക് കിട്ടുന്നൊരു വേദിയാണിത്. അപ്പൊ വാലന്റൈൻ ഒന്നുമല്ല, റോസ്റ്റിംഗ് നടക്കുന്നത്. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞപ്പോ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ഹണിമൂൺ പീരീഡ് എത്രയാ 1 year ഒക്കെ നമുക്ക് വരും. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് നോക്കിയാ കുട്ടികളായി, 2 മോൾസായി, കുട്ടികളായി. അപ്പം ഇപ്പോഴത്തെ ഒരു റൊമാൻസ് നിങ്ങളുടെ ബിഫോർ മാരേജിനേക്കാളും എത്ര ഡിഫറെന്റാ? ഇപ്പൊ ഒരാഴ്ച റൊമാൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഷൂട്ടിലായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കുറവുണ്ട്. അല്ലാതെ റൊമാൻസ് ഉണ്ടല്ലേ. ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി ഡിഫറെന്റ്. രണ്ട് തന്നെ ആയിരിക്കും. എപ്പോഴും രണ്ട് തന്നെ ആയിരിക്കും. അത് നമ്മുടെ ഏജ് പോകുന്ന അനുസരിച്ചിട്ടും അതിന്റെ ചേഞ്ചസ് വന്നുകൊണ്ടേ ഇരിക്കും. അത് അപ്പൊ അതാ കിട്ടുന്ന സമയം നമ്മൾ മാക്സിമം നോക്കുക എന്നുള്ളതായാലും നമുക്ക് ചെയ്യാനുള്ളൂ. റൊമാൻസ് എന്തെങ്കിലും കുറവ് വന്നാൽ അത് കോൺസ്റ്റന്റ് ആയിട്ട് റിമൈൻഡ് ചെയ്യുന്ന ആളും കൂടെയാണ്. നമ്മുടെ ഏജ് പോവാണ്, നമ്മൾ പിന്നെ വിചാരിച്ച് വിഷമിക്കും, അങ്ങനെ എപ്പോഴും പറയും. അപ്പൊ ആദ്യമൊക്കെ ഈ മനുഷ്യരെന്നും ഇങ്ങനെ പറയുന്നത്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോ അതാണ് ശരി. നാളെ ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് അയ്യോ എന്റെ ഏജ് എല്ലാം പോയി എന്ന് വിചാരിച്ചാലോ. അപ്പൊ അതിനേക്കാളും ഇപ്പൊ മാക്സിമം നമ്മള് പ്രേമിക്കാം. അതുകൊണ്ട് പിന്നെ ഓഫ് കോഴ്സ് അത് നമ്മുടെ കൂടെ ഇപ്പം എൻ്റെ ഒരു മുമ്പ് സ്റ്റാഫ് ആയിരുന്നൊരു കുട്ടി പെട്ടെന്ന് മരിച്ചുപോയി. 12 വയസ്സേ ഉള്ളൂ കുഞ്ഞിന്. 12 ദിവസം മാത്രമേ പ്രായമുള്ളൂ. ജനിച്ച് 12 ദിവസം മാത്രമേ പ്രായമുള്ളൂ. അപ്പോൾ അങ്ങനത്തെയൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ മിസ് ചെയ്യുന്ന ഒത്തിരി വലിയ സമയമാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് മുതൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നേ വരെ പിള്ളേരെ ഒന്നും കഥ പറയാതെ കിടത്തി ഉറക്കിയിട്ടില്ല. എല്ലാ ദിവസവും 2 പേരെയും വിളിച്ചിരുത്തി സ്റ്റോറി പറഞ്ഞിട്ടാണ് ഉറക്കുന്നത്. അപ്പോൾ ആ സമയം എപ്പോൾ വേണമെങ്കിലും നമുക്ക് മിസ്സാവാം എന്നുള്ളൊരു അതുള്ള. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് മാറി വരും. അത് ഫാമിലിയിലോട്ട് വരുമ്പോൾ നമ്മൾ പ്യുവർലി കാണുന്നൊരു റൊമാൻസിലേക്ക് ആയിരിക്കില്ല. അതായത് നമ്മൾ ഈ ഗ്ലിറ്റ്സ്, ഈ പടക്കം പൊട്ടിക്കുക, അല്ലെങ്കിൽ ഗ്ലിറ്റേഴ്സ് ഉള്ള സാധനം ആയിരിക്കില്ല, റോസസ് കൊടുക്കുക, അങ്ങനത്തെ സാധനം ആയിരിക്കില്ല. കുറേയും കൂടെ നമ്മൾ ഇങ്ങനെ മാറി വരും എന്നുള്ളതാണ്. അപ്പൊ ചേച്ചിക്ക് ചേട്ടനില്ലാതെയും ചേട്ടന് ചേച്ചി ഇല്ലാതെയും പറ്റാത്ത ചേട്ടന് ചേച്ചി ഇല്ലാതെ പറ്റും, ചേച്ചിക്ക് ചേട്ടനില്ലാതെ പറ്റൂല. അല്ല, ഡെഫിനറ്റ്ലി സർവൈവ് ചെയ്തല്ലേ പറ്റുള്ളൂ. പക്ഷെ ഈയൊക്കെ എപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ടേക്ക് കെയർ ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മക്കളെ സ്നേഹിക്കുന്നേക്കാളും കൂടുതൽ ഞാൻ ഇടയ്ക്ക് ചോദിച്ചല്ലോ എത്ര കുട്ടികളാണത്, 3 ആണോ?
അപ്പം ഇപ്പൊ പറഞ്ഞു ക്വാളിറ്റി ടൈം നിങ്ങൾക്ക് ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഷെഡ്യൂളും ഭയങ്കര ടൈറ്റ് ആണ്, വർക്ക് ഷൂട്ട് കാര്യങ്ങളൊക്കെ പോകും. അപ്പൊ അതിന്റെ ഇടയിൽ നിങ്ങളുടെ ക്വാളിറ്റി ടൈം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതായത് എലോൺ ടൈം, കുട്ടികളുടെ കൂടെ അല്ല, നിങ്ങൾ മാത്രം ഉള്ളപ്പോ. നമ്മള് മാത്രമായിട്ടുള്ള ടൈം ശരിക്കും പറഞ്ഞ ഇപ്പൊ ഇല്ല എന്നുള്ളത് പറഞ്ഞാൽ ഇപ്പൊ അഞ്ജലി വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഈ അഡീഷണൽ വർക്ക്സും ബാക്കി കാര്യങ്ങളെല്ലാം സാറ്റർഡേ സൺഡേസ് ആയിരിക്കും ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ മാച്ച് ചെയ്യുന്ന ടൈം കിട്ടുന്നത് വളരെ കുറവാണ്. മീൻസ് ഈ പറഞ്ഞ പോലെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു റൊമാൻറ്റിക് സാധനത്തിലേക്ക് പോകുന്നത്. ഐ ആം മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്, ബട്ട് ഷീസ് ലൈക്ക് വീട്ടിൽ വരിക, കോഫി ഇട്ട് കൊടുക്കുക, സാറെ കിട്ടാൻ വരുന്നത്. അപ്പൊ അതാണ് അയാളുടെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിലുള്ളൊരു സംഭവം അത് ഇപ്പൊ ഒരാൾ ഒന്നെങ്കിലും കുറച്ചതിലൊന്ന് മോൾഡഡ് ഔട്ട് ആവേണ്ടി വരും. പിന്നെ മറ്റത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഞാൻ 10-30 വയസ്സ് പ്രായമായില്ലേ, അപ്പൊ അതിന് ഇനി ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് പ്രതീക്ഷിക്കുന്നില്ല. ഭയങ്കര പ്രാക്ടിക്കലാണ്. അതായത് ഒരാളെ മാറ്റിയെടുക്കാൻ, അങ്ങനെയൊന്നും മാറ്റിയെടുക്കാനൊന്നും പറ്റൂല. അയാൾ എങ്ങനെയാണോ അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം, അല്ലെങ്കിൽ അവരെ അങ്ങനെ ഉൾക്കൊള്ളണം എന്നൊക്കെയാണ് പറയുന്നത് എപ്പോഴും. ഫ്രസ്ട്രേറ്റിംഗ് ആകാറുണ്ട് ഇതിലും പോയിന്റിൽ? ആവാറുണ്ട്. ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ഫ്രസ്ട്രേറ്റിംഗ്. പിന്നെ ഇപ്പം അത് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ കേട്ടോ. എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നോ ഇതാണ് ശരിയെന്നോ അല്ല ഞാൻ പറയുന്നത്. എനിക്കും അഞ്ജലിക്കും വർക്ക്ഔട്ട് ആവുന്നൊരു വേ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അയാൾക്ക് അങ്ങനെ ചിന്തിക്കാനേ കഴിവില്ല. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ചിന്തിച്ചാൽ പോലെ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ലക്കിയാണ് ആ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക്. കാരണം എല്ലാവരും ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര മടുത്ത് ടയർഡാകും. പക്ഷെ ചേട്ടനും ദേഷ്യം വരാറുണ്ട്. അല്ല പക്ഷെ ഈച്ച് ഡേ എഫേർട്ട് ഇടുന്നുണ്ടല്ലോ. ഷീ ഈസ് മോർ ലൈക്ക് ആൻ ഒരു ഇമോഷണൽ ബീയിങ് ആണ്. ഞാൻ കുറച്ചും കൂടെ ഡിപ്ലോമാറ്റിക് ആണ്. അത് ആ വ്യത്യാസം ഉണ്ട് അതില്. ഞാൻ ഉണ്ടാക്കി വെച്ചൊരു ക്വസ്റ്റ്യൻ അതുണ്ട്. ഇനി നമുക്ക് ചേച്ചിയുടെ RJ കരിയർ. ശരിയാ, ചേട്ടൻ പറഞ്ഞ പോലെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് ആ ഒരു കരിയർ പാത്ത് ചൂസ് ചെയ്തത്. അത് എപ്പോ തൊട്ടായിരുന്നു ചേട്ടൻ പറഞ്ഞ പോലെ? ഞാൻ കോളേജ് ടൈമിൽ നമുക്ക് അവിടെ TV ഇല്ല, റേഡിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ റേഡിയോ ഇങ്ങനെ കേട്ട് അന്നും ഹലോ മൈ ഡിയർ റോങ് നമ്പർ പോലെയുള്ള പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. കേട്ട് ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മളെ കേൾക്കാൻ എവിടെയൊക്കെയോ നമ്മൾ അറിയാത്ത ആൾക്കാരുണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ പറയുന്നത് എന്നും കേൾക്കാൻ ആരെങ്കിലും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്ലൈ ചെയ്തു, ആദ്യം കിട്ടിയില്ല. വേറൊരു FM സ്റ്റേഷനിലായിരുന്നു, കിട്ടിയില്ല. രണ്ടാമത് അപ്പോൾ ചെറിയൊരു ഡിപ്രഷൻ പോലെയൊക്കെ വന്നു. എനിക്ക് ലൈറ്റ് ഇഷ്ടമല്ല, എനിക്ക് ആരോട് സംസാരിക്കണ്ട, ഞാൻ സംസാരിക്കുന്നത് കൊള്ളില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അടുത്ത് അപ്ലൈ ചെയ്തപ്പോഴത്തേനും റെഡ് FM കിട്ടി. അങ്ങനെയാണ് RJ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. ലോക്ക്ഡൌണിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ സാധ്യതകളെ കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നത്. ചേച്ചിയുടെ സൗണ്ട് ഒക്കെ അടുത്ത് ആരും കാണത്തില്ല ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സമയത്ത് സൗണ്ട് കൊള്ളത്തില്ലെന്ന് വിചാരിച്ചെങ്കിൽ ഇപ്പം ആ സൗണ്ട് എല്ലാരും കേൾക്കുന്നു. ഭയങ്കര ബോയ്സ് സൗണ്ട്. അതിപ്പോ എനിക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഇനിഷ്യലി സംസാരിക്കുമ്പോഴത്തേക്ക് ആളുടെ ഒരു ബോയ്സ് സൗണ്ട് ആണ്. അപ്പൊ ബോയ്സ് സൗണ്ട് ആണ്. അതായത് ഞാൻ ഫസ്റ്റ് ഓൺ എയർ വരുന്ന സമയത്ത് ആദ്യം മൈക്ക് പ്രസ് ചെയ്ത് സംസാരിച്ചപ്പോൾ കൊച്ചിയിലിരുന്ന ഒരാള് നമ്മുടെ സ്റ്റേഷനിൽ ഇപ്പൊ ആരാ സംസാരിച്ചെന്ന്, വേറെ ആരോ അത് RJ അല്ലേ, ഇപ്പൊ ആരാ വേറൊരാളാരാ മൈക്കില് സംസാരിച്ചെന്നൊക്കെ. അതുപോലെ ഈ ശബ്ദത്തിന് ആദ്യം അങ്ങനെ ഈ നല്ല ശബ്ദം എന്നൊന്നും ആരും പറയാത്ത തരത്തിലുള്ള ഒരു ശബ്ദമായിരുന്നു. അത് പിന്നെ ഇതേ ശബ്ദം തന്നെ നല്ലതാണ് എന്നുള്ള കമന്റുകൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ ഒരുപാട് സന്തോഷം. അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയല്ലോ എന്ന്. ശബ്ദത്തിൽ വന്ന വ്യത്യാസമല്ല, അയാൾ യൂസ് ചെയ്യുന്ന ഭാഷ കുറച്ച് പോളിഷ്ഡ് ആയിട്ട് ഇവര് ഡെയിലി ഇത് ട്രെയിൻഡ് ആവുകയാണല്ലോ. പിന്നെ അവിടുത്തെ ഒരു രീതികളൊക്കെ ആകുമ്പോഴത്തേക്ക് അത് കുറച്ച് വ്യത്യാസം വരികയും പിന്നെ അത് ആൾക്കാർ ഇഷ്ടപ്പെട്ട് വരികയും ചെയ്തതാണ് ബേസിക്കലി. സ്ഥിരം പ്രാങ്ക് കൊടുക്കാറില്ലേ? അങ്ങനത്തെ ഒരു പ്രാങ്ക് ചേട്ടൻ കൊടുത്തിട്ടുണ്ടോ? പ്രാങ്ക് ഒന്നും അല്ല, എന്റെ ശബ്ദം അറിയാലോ. എന്നാലും ആരെങ്കിലും ഒക്കെ വിളിപ്പിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രാങ്ക്, ഇപ്പൊ ഈ റോങ് നമ്പർ പറഞ്ഞ പോലെ എന്തെങ്കിലും? അത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ അല്ല, കമ്പാരിറ്റീവ്ലി അത് ബുദ്ധിമുട്ടാണ്. ആൾക്കാർക്ക് എന്റെ ശബ്ദം കേട്ടപ്പോ മനസ്സിലാവും, ഈ മനുഷ്യനെ എങ്ങനെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ വേറൊരാളാണെങ്കിൽ നമ്മള് പെട്ടെന്ന് അതിനങ്ങ് റിയാക്ട് ചെയ്യില്ലല്ലോ. ഇപ്പൊ നമ്മുടെ ഫോണിലേക്ക് ആയാലും ഒരു കസ്റ്റമറിന്റെ ആയാലും കോൾസ് വരാമല്ലോ. അപ്പോൾ എന്ത് രീതിയിൽ വേണമെങ്കിലും സംസാരിക്കാന്നുള്ള അപ്പൊ ആ ഒരു പ്രിക്കോഷനിലായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ഇവര് പക്ഷെ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത് ബാക്കിയുള്ളവർ. അപ്പൊ നമ്മള് അങ്ങനെ സ്പ്രെഡായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഇതവിടെ കൊടുത്തു, അത് ഇവിടെ, അത് ഞാനേ അല്ലാതെ ഉറപ്പായിട്ട് ഇവര് ഇതേവരെ ഇട്ട് കൊടുത്ത നമ്പറുകളില് നമുക്ക് മനസ്സിലാവും നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളത്. അപ്പൊ അത് എന്നെ വിളിച്ചിട്ടുണ്ട്. ലാവണ്യ ഉണ്ടായിരുന്ന സമയത്ത് അഞ്ജലി വിളിച്ചിട്ടുണ്ട്. അഞ്ജലി മറന്നുപോയതാ. അഞ്ജലിയല്ലേ വിളിച്ചത്, ലാവണ്യ വിളിച്ചത്. അഞ്ജലി ഹോസ്പിറ്റലാണെന്നും
വിളിച്ചിട്ടുണ്ട്. അപ്പൊ അത് അഞ്ജലിയുടെ കുളികായിരുന്നു. ലാവണ്യ വിളിച്ച്, ജിനു ഇങ്ങനെ അഞ്ജലി ഇപ്പൊ ഹോസ്പിറ്റലിലാണ്, അഞ്ജലിക്ക് സുഖമില്ല എന്നിങ്ങനെ ഭയങ്കരമായിട്ട് ലാവണ്യ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഏത് ഹോസ്പിറ്റലാണ്, എന്താണ് പറ്റിയത്? ഞാൻ ഈ ഡീറ്റെയിൽസ് ചോദിച്ചു. അയ്യോ എന്ത് പറ്റി അങ്ങനെ ഞാൻ ചോദിച്ചില്ല. എന്താ പറ്റിയത്, എവിടെയെങ്കിലും വീണതാണോ, എന്താ പ്രശ്നം, എവിടെ വെച്ചാ, ആരാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്, ഏതാ ഹോസ്പിറ്റൽ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അത്രയും ഒരു പ്രിപ്പയർഡ് ആയിരിക്കില്ലല്ലോ ഉത്തരത്തിന്. അങ്ങനെ അത് നമ്മളിൽ നിന്ന് എല്ലാവരും എക്സ്പെക്ട് ചെയ്യും. അതായത് പുതുതായിട്ട് ഇപ്പോൾ ഈ സീരിയൽ ഷൂട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് എന്നെ റോങ് നമ്പറിലൊന്നും വിളിച്ച് പറ്റിക്കല്ലേ എന്ന് പറയും. യഥാർത്ഥത്തിൽ അവർക്ക് റോങ് നമ്പറിൽ വിളിച്ച് പറ്റിക്കണം, അവരത് ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ വിളിക്കല്ലേ, എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ, പക്ഷെ ഇങ്ങനെ പറയണം എന്നാണ്. അപ്പൊ ശരിയേട്ടാ വിളിക്കാന്ന് പറയും. ഈ ഇതിന്റെ കൂടെ തന്നെ വീഡിയോസ് ഇടാറില്ലേ ഇൻസ്റ്റാഗ്രാമിൽ? വീഡിയോസ് ഇടാൻ നേരത്തെ സ്ഥിരം ചേച്ചിയുടെ ഒരു ഡയലോഗ് ഉണ്ട്, പോകാം വീഡിയോയിലേക്ക്. അതൊരു ഒരു ഒരു പ്രത്യേക ഒരു ടൂണില്ല, അത് പോകാം വീഡിയോയിലേക്ക് ഒരു സിഗ്നേച്ചർ ആയിട്ടാണോ, ഇതിന് വേണ്ടി ഒരു ക്യാച്ച് ആയിട്ട് കൊണ്ടുവന്നാണോ ഇങ്ങനെ? അത് എപ്പോഴോ പല തരത്തിൽ പറഞ്ഞു നോക്കി, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അത് അത്ര പറയുമ്പോ ഒരു സുഖമില്ല, അതുകൊണ്ട് ഞാൻ അതിനും സംഭവമല്ല കേട്ടോ. എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. എനിക്ക് അറിയാൻ പാടില്ല. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ എന്നുള്ള സംഭവം എവിടെ നിന്ന് ഇയാള് കേട്ടു. അപ്പൊ ഇയാൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇതിന് മലയാളം എടുത്തപ്പോഴത്തേക്ക് പറ്റിയൊരു സംഭവം. അല്ലെങ്കിൽ അങ്ങനെ വരില്ല. അല്ലെ നമ്മള് വീഡിയോയിലേക്ക് പോകാം എന്നല്ലേ പറയുള്ളൂ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ഇവർ കറക്റ്റ് ഇതെടുത്തപ്പോ തിരിഞ്ഞു പോയതാ. പലതും നമ്മളിങ്ങനെ പറഞ്ഞ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതോ ഒരു പോയിന്റില് ഈ ലോക്ക്ഡൌൺ റിലീസായി നമ്മള് മോളിലൊക്കെ പോയ സമയത്ത് ചേച്ചി മറ്റേ സംഭവം പറയുന്നു. ഏത് സംഭവം അല്ല ചേച്ചി ഇങ്ങനെ പോകാം വീഡിയോയിലേക്ക് എന്ന് പറയുമല്ലോ, ഇങ്ങനെ ആ കാര്യങ്ങൾ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആൾക്കാർ അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ ഞാൻ അത് തുടർന്നതാണ്. അല്ലെങ്കിൽ ഞാനത് മാറ്റിയേനെ, വേറെ എന്തെങ്കിലും പറഞ്ഞേനെ. ആൾക്കാർ അതിൽ കമന്റ് ചെയ്യുമായിരുന്നു, ഇങ്ങനെയല്ലല്ലോ പറയേണ്ടത്, വീഡിയോയിലേക്ക് പോകാന്നല്ലേ പറയേണ്ടത്, ഇതെന്താ ഇങ്ങനെ പറയുന്നത്. ചിലർ പറയാം അത് ഒരുപാട് കേട്ടു മതിയാക്കും എന്ന് പറയും. പക്ഷെ അങ്ങനെ 1-2 വീഡിയോയിൽ പറയാതായ ചേച്ചി അതെന്താ പറയാത്തേന്ന് ചോദിക്കും. എന്താ പറയാത്തേന്ന് ചോദിക്കും. പോകാം വീഡിയോയിലേക്ക്. അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കഥകളൊക്കെ നമ്മളിപ്പോ കേട്ടു. നമുക്ക് കുറച്ച് ഫൺ സെഷനിലേക്ക് പോകാം. കുറച്ച് നിങ്ങളുടെ കോമ്പാറ്റബിലിറ്റി എങ്ങനെയാന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഭയങ്കര രസമായിരിക്കും. അപ്പൊ ഒരു ഞങ്ങളെ ശരിക്കും ഈ പൊരുത്തപ്രകാരം പൊരുത്തമില്ലാത്ത കപ്പിൾസ് ആണ്. ജാതകമൊക്കെ നോക്കിയോ? ജാതകം ആ സമയത്ത് നോക്കിയപ്പോ അല്ലേ പൊരുത്തമില്ലെന്നോ? പക്ഷെ ഇപ്പൊ നല്ല പൊരുത്തത്തിലാണ്. അങ്ങനെയാണ്, അങ്ങനെ തന്നെ അനുമാനിക്കാം. അല്ല, ബേസിക്കലി എനിക്കതിൽ ബിലീഫില്ല, ഞാനൊരു എത്തിസ്റ്റുമാണ്. അപ്പോൾ ഇത് വീട്ടിൽ ആലോചിക്കേണ്ടി വരുമ്പോഴും അവരുടെ സൈഡിൽ നിന്ന് ആലോചിക്കേണ്ടി വരും. ഇനി എൻ കേസ് ഇതെങ്ങാനും ഒക്കെ കൂട്ടി വെക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് പകരമുള്ള സാധനം വെക്കണമല്ലോ, നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്ത് തുടങ്ങണമല്ലോ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പൊരുത്തില്ലാഞ്ഞിട്ട് വീട്ടിൽ പ്രശ്നമില്ലായിരുന്നു. ശരി, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ഒരു പ്രപ്പോസൽ സീന് റീക്രിയേറ്റ് ചെയ്യാം. കൊറേ കൊല്ലത്തിന് മുമ്പ് ചെയ്തല്ലേ, നമുക്ക് അതിപ്പോ ചെയ്ത് നോക്കാം. അത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇയാൾക്ക് ഞാനിത് അയക്കും, ഇത് എന്തോ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് പാട്ട് എടുത്തിട്ട് മലയാളം എഴുതിയിട്ട് അല്ലെങ്കിൽ തമിഴ് പാട്ട് എടുത്തിട്ട് അതിന്റെ മലയാളം എടുത്തയക്കും. ഇയാള് വിചാരിച്ചു കൊടുത്താൽ ഞാനിതെല്ലാം കറക്റ്റ് ആയിട്ട് ഞാൻ നമ്മള് ആദ്യം ഹായ് മെസ്സേജ് അയച്ചു തുടങ്ങിയത് മുതൽ ഐ ലവ് യു എന്ന് പറയുന്നത് വരെയുള്ള എല്ലാ മെസ്സേജുകളും ഒരു സ്പൈറൽ ബൈൻഡ് ചെയ്ത് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് അതായിരുന്നു ഗിഫ്റ്റ് ചെയ്തത്. അങ്ങനെ എവിടെയോ പാത്ത് വെച്ചിരിക്കുന്നത്, ആരും എടുക്കാതെ. $500 രൂപയുടെ ചെലവല്ലേണോ? അതുപോലെ ഞാനൊന്ന് ആ സമയം എന്റെ പേഴ്സിൽ നിന്ന് പൈസ എടുക്കാനില്ലാതിരിക്കും. അപ്പൊ അത് ഇതിനപ്പുറം അത്ഭുതപ്പെടുത്താൻ വേറൊന്നും ഇല്ലല്ലോ. ഭയങ്കര സർപ്രൈസ്ഡ് ആയി. ഇതുവരെ തന്ന ഗിഫ്റ്റില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓഫീസിൽ കൊണ്ടു തരുമായിരുന്നു. പക്ഷെ ഇത് വേറെ ആരെയും കാണിക്കാൻ പറ്റൂല. എങ്ങനെയാണ് ആ വഴി ഉണ്ടല്ലോ, നമുക്ക് വായിക്കുമ്പോൾ ക്രിഞ്ച് എന്ന് പറയുന്ന പോലെയാണ്. വായിച്ചൊരുമിച്ച് അങ്ങനെയല്ല, ഇടയ്ക്ക് ഇങ്ങനെ ഇപ്പൊ അത് എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. വാലന്റൈൻസ് ഒന്നിരുന്ന് വായിക്കത് ഫുള്ള്. അപ്പൊ നമുക്ക് പ്രപ്പോസൽ, ചേച്ചി പ്രപ്പോസ് ചെയ്തു, റൊമാൻറ്റിക് എത്രത്തോളാണെന്ന് നോക്കാം. ഞാൻ സത്യസന്ധമായിട്ട് പ്രപ്പോസ് ചെയ്ത അത് കേൾക്കുമ്പോ എല്ലാവർക്കും ഒന്ന് പ്രണയിക്കാൻ തോന്നണം. അയ്യോ, സത്യസന്ധമായിട്ട് പ്രപ്പോസ് ചെയ്ത
ഷൂട്ടൊക്കെ കഴിഞ്ഞ് തളർന്ന് വരുമ്പോ കോഫി ഇത് നമ്മുടെ ആ സിനിമ ഏതായിരുന്നു? ലാലേട്ടന്റെ ഡയലോഗ് ഉള്ള പടം ഏതായിരുന്നു? ഓക്കെ, അത് വിട്ടേക്ക്. നമുക്ക് പ്രപ്പോസ് ചെയ്യാറ് നരസിംഹം കുഞ്ഞി പറയട്ടെ ഇല്ല, പറയിപ്പിക്കാം. എങ്ങനെയാണെന്ന് നോക്കിട്ട് ഞാൻ പറയാം. അല്ല, രണ്ടുപേരെയും കൊണ്ട് പറയിപ്പിക്കാം. അപ്പൊ ചേച്ചി തുടങ്ങോ? ആ ഒരു വോയിസിലും എല്ലാരും കേൾക്കാൻ ആഗ്രഹിക്കും. അയ്യോ, പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന പോലെ ചിരിച്ച മുഖവും ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും എല്ലാരും കാണുന്നത്. പക്ഷെ എനിക്കൊരു അതർ സൈഡ് ഉണ്ട്. ഇതൊരു ബേബി സൈഡ്. വൈകുന്നേരം അല്ല, ബേബി സൈഡ് അല്ല, അതായത് ഇപ്പൊ എപ്പോഴും ഹാപ്പി ആണല്ലോ ചേച്ചി, എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുവാണല്ലോ എന്നാണ്. പക്ഷെ വൈകുന്നേരം ഒരു 10-11 മണി ആകുമ്പോഴത്തേനും ശ്വാസം മുട്ടി പണ്ടാറടങ്ങിയിരിക്കുന്ന ചൂടുള്ള എവിടെയെങ്കിലും ചത്തു എന്നുള്ള ഒരു കണ്ടീഷൻ ഇരിക്കുന്ന ഒരാളുണ്ട്. അപ്പൊ അത് കാണുന്നത് ജിനോ മാത്രമാണ്. അപ്പൊ ഈ സൈഡ് ഇങ്ങനെ അപ്പൊ അതൊക്കെ ഇനിയും സപ്പോർട്ട് ചെയ്ത് എന്നെ ഇതുപോലെ തന്നെ സ്നേഹിച്ച് എന്റെ ലൈഫിൽ തുടരുമോ? കേട്ടിട്ട് തുടരാൻ തോന്നുന്നുണ്ടോ? ചേട്ടൻ തീരുമാനിക്കും നിങ്ങളുടെ ഭാവി ഇതില്. പ്രപ്പോസ് ചെയ്യും. ഇത് കഴിഞ്ഞു, ഇത് ഇത്രേ ഉള്ളൂ. ഐ ലവ് യു ആണല്ലോ. എനിക്ക് തോന്നുന്നു ഇതില് റൊമാൻറ്റിക് ചേട്ടൻ. അപ്പൊ ചേട്ടൻ അങ്ങ് ചെയ്തു, എന്നെ മോട്ടിവേറ്റ് കൊടുക്ക്, ബലൂൺ കൊടുക്ക്. ഇനി അത് തിരിച്ച് സ്നേഹപാനപാത്രം ഇനി തിരിച്ച് ചേച്ചിക്കും മേടിക്കാൻ തോന്നണം. നമുക്ക് നോക്കാം ആരാ ഒരു ഈ കല്യാണം കഴിഞ്ഞേ 8 വർഷം കഴിഞ്ഞ് 2 കുട്ടികളും കഴിയുമ്പോഴേ ഈ പ്രപ്പോസ് ചെയ്യുന്നൊക്കെ പറയുമ്പോ ഒന്നും വരൂല. സത്യമായിട്ടും പറ. അല്ല, പഴയ അന്ന് മറ്റേ കല്യാണ വീട്ടിൽ കണ്ട കുട്ടിയാണിത്. മറ്റേ ഫേസ്ബുക്കിൽ തപ്പിയെടുത്ത കുട്ടിയാണിത്. ആ ചിരി നോക്ക്, നിഷ്കളങ്കമായ ചിരി. പറ ഐ ലവ് യു. അങ്ങനല്ല, കേക്കട്ടെ ബാക്കി. ചുമ്മാ പറ. എന്താണ് ഇൻസ്പിറേഷൻ ആവേണ്ടതാണ്. ആലോചിക്ക. എനിക്ക് ചമ്മലപ്പോ ഐ ലവ് യു എന്ന് പറ, കുഴപ്പമില്ല. പറയണ്ടേ, എന്നല്ലേ അവർക്ക് ഉപയോഗമുള്ളൂ. കാര്യങ്ങൾ മനസ്സിലായി. ഒരുപാട് സമയം എടുക്കും തോന്നുന്നു. ഇയാൾ മിണ്ടായിരുന്നാ പെട്ടെന്ന് വരും. അഞ്ജലി, ഞാനന്ന് ആദ്യമായിട്ട് നിന്നെ കണ്ടപ്പോൾ നോട്ടീസ് ചെയ്തത് നിന്റെ കയ്യിലൊരു പിങ്ക് കളർ ഫ്ലവർ ഉണ്ടായിരുന്നു. ആൻഡ് ഐ തോട്ട് യു എക്സ്പ്രസ് മൈ ലവ് ഇൻ ദാറ്റ് വേ. അത് എനിക്കുള്ളതാണെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു, ആഗ്രഹിച്ചു. അപ്പം അന്ന് കണ്ട ആ 2 കറുത്ത കല്ലുകൾ, അതിനിടയിൽ നിന്റെ ഈ നെറ്റി, ഐ ലവ് ദാറ്റ് സോ മച്ച്. അതെന്നും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കട്ടെ, അവസാനം വരെ അങ്ങനെ തന്നെ പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അയ്യോ, താങ്ക് യു. താങ്ക് യു. ശരിക്കും ഉള്ളിന്ന് വന്നത്. താങ്ക് യു. ഇതൊക്കെ സമയം തന്നാ അതൊക്കെ വരും. ഞാൻ കണ്ണീരൊക്കെ തുടക്കി ശരിക്കും. അയ്യോ, നമുക്ക് നെക്സ്റ്റ് ഒരു ഗെയിമിലേക്ക് പോവാം. ഗെയിം കളിക്കാം. പിന്നെന്താ, ഇത് തന്നപ്പോ തന്നെ മനസ്സിലായി കാണും എന്തിനാണ്. മനസ്സിലായി. ഒരേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആൻസേഴ്സ് ഒരുപോലെ. മതി മതി, ഞാൻ പറയാം. ഓക്കെ, അത് തന്നെ. നിങ്ങൾ എത്ര ഞാൻ 0 മാർക്ക് വാങ്ങുമല്ലോ ആലോചിക്കുമ്പോൾ. ആണല്ലേ, നല്ല വിശ്വാസം. എന്നാലും ഞാൻ ട്രൈ ചെയ്യും. അപ്പൊ നമുക്ക് ചേട്ടനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആദ്യം ചോദിക്കാം. ചേട്ടന്റെ ഫേവറേറ്റ് ഫുഡ് എന്താ? കാണിക്കാതെ നിങ്ങൾ സെപ്പറേറ്റ് എഴുതണം. അല്ല, ചേട്ടന്റെ ഫേവറേറ്റ് ഫുഡ് എന്താന്ന് തന്നെ ചേട്ടൻ എഴുതണം. നമുക്ക് എങ്ങനെ അറിയുമോ കറക്റ്റ് ആണോ നോക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് ബോർഡ് കാണിക്കും. അപ്പൊ രണ്ടും സെയിം ആണെങ്കിൽ ഈ അടുത്തിടെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം വേണം എഴുതാൻ. ആയിരിക്കാൻ സാധ്യതയില്ല. ഇപ്പൊ ഈ അടുത്തിടെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഫുഡാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എന്തായാലും കറക്റ്റ് ആയിരിക്കില്ല, എനിക്ക് ഉറപ്പല്ലേ. ഓക്കെ, കഴിഞ്ഞ രണ്ടുപേരും. ഓക്കെ, അപ്പൊ രണ്ടുപേരും കാണിച്ചു. നോക്ക്, നിങ്ങളെ നോക്ക്. എപ്പോഴും ഇതല്ലേ വൈകുന്നേരത്തെ ഫേവറേറ്റ്. അത് ശക്തിമാൻ അത് ഫേവറേറ്റ് ആണ് കേട്ടോ. അത് ഈവനിങ് ഡിന്നറിന്റെ ഫേവറേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ചേട്ടൻ നമുക്ക് ചേച്ചിയുടെ ഓർമ്മ നോക്കാം. അയ്യോ, ഇത് മായുന്നില്ല. ഇതെന്തിനാ എഴുതുന്നത്?
എന്റെ ഫേവറേറ്റ് അതല്ല ചോദ്യം എന്നോട് ചോദിക്കാൻ ആരുമില്ല. അങ്ങനെയല്ല, ആവേശത്തിൽ ചേച്ചിയുടെ ഫേവറേറ്റ് ആക്ടർ. ഇതൊക്കെ എന്ത് ഇത് നല്ലതെങ്ങാനും പറഞ്ഞ ഇടിയാണ്. മാലിനി ആൻഡ് കൃഷ്ണ, ഞാൻ ഇത് ചൊല്ലിയാകും നീ അവള് പറയാൻ പറ്റുമോ? ഹേ മാലിനി ആൻഡ് കൃഷ്ണ, ചേട്ടനെ നോക്കി நான் இதை சொல்லி ஆகணும், நீ அவ்வளோ அழகு, இங்க எவனோ இவ்வளோ அழகா ஒரு அழகா பார்த்திருக்க மாட்டான். ചേട്ടനാണ് പറയേണ്ടിയിരുന്നത്. അതുകൊണ്ടാട്ടോ ഞാൻ ഇയാളെ കല്യാണത്തിന് ഇയാളെ സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അതേപോലെ മറ്റേ ഒരു സാധനം പഠിക്കാതെ ഞാൻ ഗിറ്റാർ ക്ലാസ്സിന് പോയി മറ്റേ ഈ ടൈറ്റാനിക്കിലെ പാട്ട് ഞാൻ എന്റെ കല്യാണത്തിന് വായിച്ചു. എനിക്ക് സർപ്രൈസ് ആയിരുന്നു. ഭയങ്കര റൊമാൻറ്റിക്, ഭയങ്കര എഫേർട്ട് ഇടും അതിന് വേണ്ടിയിട്ട്. അതായത് ഇപ്പം നമ്മള് സ്നേഹിക്കുന്നതിനേക്കാളും നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളതാ. നമ്മളെ അത്രയധികം സ്നേഹിക്കുന്ന കെയർ ചെയ്യുന്ന ഒരു ലൈഫ് പാർട്ട്ണറാണ് നമുക്ക് എപ്പോഴും നല്ലത്. അതാണ് ലൈഫ്. കംപ്ലീറ്റ് ഗ്രീൻ ഫ്ലാഗ് ആണല്ലേ. അപ്പം കുഞ്ഞിക്കോ? കുഞ്ഞിനെ വിളിക്കുന്നത്? ആ കുഞ്ഞിനെ വിളിക്കുന്ന ഒരു വലിയ മനുഷ്യൻ, 6 അടി കുഞ്ഞി. ഓക്കെ, ഇനി ചേട്ടന്റെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എവിടെയാണ്? എന്റെയാണോ? ഇപ്പം നിങ്ങള് മോസ്റ്റ്ലി ഓക്കെ, നിങ്ങൾക്ക് ഇന്ത്യക്കകത്ത് നിങ്ങൾക്ക് ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ? ഇന്ത്യക്കകത്തേ പോയിട്ടുള്ളൂ. ഇന്ത്യക്കകത്ത് അങ്ങനെ പോയതില് ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ്? പോയതിൽ ഫേവറേറ്റ് അല്ലെങ്കിൽ പോയതിൽ ഫേവറേറ്റ് പോരെ, അതോ പോകാൻ താല്പര്യമുള്ള വേണോ? അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടില്ല. എന്നാ ശരി, ഒരു ഫേവറേറ്റ് സോങ്. എന്റെ ഫേവറേറ്റ് സോങ് അത് ഇയാൾ എഴുതാൻ പോണില്ല. എന്റെ ഫേവറേറ്റ് താരം എഴുതാൻ പോണില്ലടോ. അല്ല, അത് ചിലപ്പോ ശരിയായിരിക്കും. അത് ചിലപ്പോ ഇത് എന്തായാലും എഴുതൂല. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇത് ഞാനും എന്റെ മോളും ഈ പാട്ട് വെച്ചാണ് കിടന്നുറങ്ങുന്നത്. രണ്ടാമത്തെ ആളല്ലേ അത് പാടുന്നത് എപ്പോഴും. എന്താടാ പാടുന്നത്? ഇതെന്തായാലും മാച്ച് അല്ലടാ. ഇത് ഇങ്ങനെ ഒരു ഡിസ്കഷനേ ഇല്ല തമ്മില്. ഇപ്പൊ ഞാൻ എന്റെ ഓഫീസിൽ എപ്പോഴും ഈ പാട്ടായിപ്പോ കേൾക്കുന്നത്. അത് ഇയാള് കേൾക്കുന്നല്ലേ? ഇത് എന്റെ സോങ് അല്ലേ എഴുതാൻ പറഞ്ഞു? തിരിച്ചാണോ പറഞ്ഞത്? ഷോ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത്, അതായത് ഈ ടൈറ്റിൽ ട്രാക്കുകൾ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ പവറുള്ള പാട്ടുകൾ. അപ്പൊ ഈ സ്പീഡിൽ ആ പാട്ട് അങ്ങനെ ആണുങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമില്ല. ഒരുപാട് അത് വണ്ടിയുള്ള ആണുങ്ങളുടെ എല്ലാവരും പ്ലേലിസ്റ്റിലുള്ള പാട്ടായിരിക്കും വിജയുടെ അർജുൻ ഇങ്ങനത്തെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. ടൈറ്റിൽ ട്രാക്കുകൾ. അതാണോ ടൈറ്റിൽ ട്രാക്ക്? ആണ് സോങ് അല്ലേ? എന്നാ ശരി, ചേച്ചിയുടെ ഫേവറേറ്റ് സോങ് ഏതാ? അതാണ് ഞാൻ എഴുതിയത് ഇപ്പൊ. ഓക്കെ, ഇങ്ങനത്തെ ഡിസ്കഷൻ ഒന്നും ഇല്ലടാ നമ്മുടെ. ഇനി എന്നാ നിങ്ങൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യം, ചേച്ചിയുടെ ഫേസ്റ്റ് ലവിന്റെ പേര്. ക്യാമറ കാണിക്കണ്ട, ഞാൻ പറയാം ശരിയാണോ അല്ലയോ. അത് ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ചേച്ചിയുടെ ഞാൻ മാറ്റിയില്ലല്ലോ. അറിയാം, ഒന്നല്ലേ ഉള്ളൂ. ആ തെറ്റാൻ യാതൊരു സാധ്യതയില്ല. അവിടെ കാണിക്കുന്നു. ഓക്കെ, ഇനി തെറ്റാതെ ഇതിന്റെ ഒരു സംഭവം, ഇത് ശരിയാക്കിയില്ലെങ്കിൽ വീട്ടിൽ കലഹമുണ്ടാവും. അല്ല, നിങ്ങളുടെ മാരേജ് ഡേറ്റ് കാണാതെ രണ്ടുപേരും. ഇത് മാരേജ് ഡേറ്റ്. കറക്റ്റ് അല്ലേ? കാരണം ഇതും തെറ്റുന്നവരുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജനറൽ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഹു ഇസ് ഹു അതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും സർപ്രൈസ് ആദ്യം കൊടുക്കുന്ന ആരാണ്? കൂടുതൽ സർപ്രൈസ് കൊടുക്കുന്ന നിങ്ങളില്? കൊടുത്തിട്ടുള്ള ഞാനാണ്. ആണ്. അതെ, അങ്ങനെ തന്നെ അനുമാനിക്കാം.
ഓക്കെ, നിങ്ങളുടെ ബർത്ത്ഡേ ആനിവേഴ്സറി സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ വീണ്ടും ഞാൻ അതേ സെന്റൻസ് റിപ്പീറ്റ് ചെയ്യുന്നു. കല്യാണം കഴിഞ്ഞ് 8 വർഷം കഴിയുമ്പോൾ സർപ്രൈസുകൾ വളരെ കുറവായിരിക്കും. അത് വേണം, അതില്ലാതിരിക്കുമ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ റിലേഷൻഷിപ്പിലും വരും. അപ്പൊ നമ്മൾ അതിന് എഫേർട്ട് എടുത്തിട്ട് സർപ്രൈസ് കൊടുക്കാനും നമ്മുടെ പ്രണയം പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് എക്സ്പ്രസ് ചെയ്യാനും നമ്മൾ ശ്രമിച്ചോണ്ടേ. ഞാൻ സർപ്രൈസ് കൊടുക്കാം. ഏതെങ്കിലും നമ്മൾ ഏതെങ്കിലും ഡെസ്റ്റിനേഷനിൽ പോയി നമുക്ക് പോവാം, പിന്നെ പിള്ളേരായിരുന്നു നോക്കും, പിള്ളേരെ കൊണ്ടുപോകണ്ടേ, നേരെ പോയി. അത് നമ്മളൊരു ഞാൻ പറയട്ടെ, നമ്മള് കുറച്ച് പൈസ മുടക്കി, അത്യാവശ്യം നല്ലോണം പൈസ മുടക്കി റിസോർട്ട് എടുത്തിട്ട് സൂപ്പർ ആയിരിക്കും എന്ന് പറയുമ്പോ ചെയ്തെടുത്തിട്ട് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ. അവസാനം ഒരിടത്ത് നമ്മൾ അവസാനം കുമരകത്ത് പോയപ്പോഴത്തേക്ക് 2 ദിവസം അതായത് ഓടി ടയേർഡായിട്ടുള്ളത് മാറിയിട്ട് അടുത്ത ദിവസം ആവുന്നുള്ളത്. ഈ 2 ദിവസം ഉറക്കം തന്നെ ഉറക്കം. എനിക്കാണെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞപ്പോ ഈ സ്ഥലം കണ്ടും അടുത്ത് പിന്നെ നമ്മൾ തിരിച്ചു പോകും. ഉണരും ഉപഭോക്താവേ. ഓക്കെ, അപ്പം കേട്ടത് വെച്ച് ചേച്ചി കുറച്ച് പാമ്പറും ചെയ്യണം, ചേട്ടൻ കുറച്ച് സർപ്രൈസിന്റെ ആളല്ലേ? കുറച്ചൊന്നും പാമ്പർ ചെയ്താ പോരാ, നല്ലോണം അലക്കി പതച്ച് എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നു. എനിക്ക് ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്റെ ലൈഫില്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞ, അതായത് ജിനോയ്ക്ക് ഒരു റീപ്ലേസ്മെന്റ് ഇല്ല സത്യം എന്റെ ലൈഫില്. എന്റെ ഫ്രണ്ട്സും പറയും ഇതാണ് ബെസ്റ്റ് പെയർ. ഇപ്പൊ അതായത് ഞാൻ നേരത്തെ നിങ്ങൾ ചോദിച്ചതുപോലെ മുമ്പ് പ്രണയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ലേ, അപ്പൊ ഈ എല്ലാവരെയും തമ്മിൽ അറിയാന്നുള്ള ഫ്രണ്ട്സ് പോലും പറയും നിനക്ക് ഇതായിരുന്നു നിനക്ക് പറ്റിയത്, അവർക്ക് അതും. അത് തിരിഞ്ഞു വന്നിരുന്നെങ്കിൽ ആകെ നാശകോശമായ രണ്ട് പാത്രമൊക്കെ ആയിപ്പോയേനെ. ഇതാണ് ഏറ്റവും, അത് ഞാനും പലപ്പോഴും പല ആവർത്തി ജിനോടത് പറഞ്ഞിട്ടുണ്ട്. എന്റെ ലൈഫിൽ സംഭവിച്ചതൊക്കെയും എല്ലാം നല്ലതിന്, ഇതും നല്ലതിന്. സോൾമേറ്റ് അല്ല എനിക്ക് പറയുന്നു. അതിപ്പം ഒരു സൈഡ് പകലായിരിക്കും, ഒരു സൈഡ് രാത്രി ആയിരിക്കുമല്ലോ. ഇതൊക്കെ വീട്ടിൽ പോകുമ്പോ. ഓക്കെ, അപ്പം ആനിവേഴ്സറീസ് എന്നാലും മോസ്റ്റ് ഓഫ് ദി ടൈം ഓർക്കാറാരാ? അത് ഓർക്കാറുണ്ട്, അത് നമ്മളങ്ങനെ മറന്നു പോകാറില്ല. ഞാൻ ഓർമ്മിപ്പിച്ച് എനിക്കുള്ളത് വാങ്ങും. തലേ ദിവസമേ പറഞ്ഞ എന്റെ ഗിഫ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞ് പേയ്മെന്റ് പൈസ എത്ര രൂപ തന്നേ പറ്റുമോ നിർബന്ധിച്ച് വാങ്ങും. ഓക്കെ, നിങ്ങള് കുറച്ച് മെസ്സി കുറച്ച് നീറ്റ് ആയിട്ടുള്ള ആൾക്കാരാരാ? മെസ്സി ഞാൻ, നീറ്റ് ജിനോ. കാരണം ജിനോയുടെ വർക്കും അങ്ങനെയല്ലേ, ക്ലീനിങ്. അത് പുള്ളിക്ക് പൊതുവേ ഇഷ്ടമുള്ള കാര്യമാണ്. അതായത് എന്തെങ്കിലും ഒരു ജോലി അങ്ങനെ തിരഞ്ഞെടുത്ത പ്രൊഫഷൻ അല്ല അത്. പുള്ളി ഓൾറെഡി ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കണം, ക്ലീൻ ആയിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെയാണ് ആ പ്രൊഫഷനിലോട്ട് വന്നത്. അത് വീട്ടിലും അത് അങ്ങനെ ഭയങ്കര പാടാണ്. വീട്ടിലോ ജോലിയിലോ? വീട്ടിലെന്ന് മറ്റേ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ നമുക്കത് പക്കയായിട്ട് വേണ്ടി. അത് എന്റെ വീട്ടില് എന്റെ റൂമില്, ഐ മീൻ സ്കൂൾ ടൈംസിലായിരുന്നു. അപ്പൊ ഇത് എന്റെ വീട്ടിലത്തേക്ക് എന്റെ റൂമിലത്തേക്ക് തന്നെ ഒരു ചൂലും ഉണ്ടാവും, ഒരു ബാസ്ക്കറ്റും ഉണ്ടാവും. ഞാൻ അത്രയും വൃത്തിയായിട്ട് കൊണ്ടു നടന്നതാണ് എന്റെ റൂം. അതായത് അങ്ങനെ ക്ലീൻ ചെയ്തിട്ടിരുന്നാലേ പുള്ളിയുടെ ജോലി എല്ലാം നടക്കുള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, ഞാൻ എവിടെയും ഇരുന്ന് വർക്ക് ചെയ്യും, ഒരു കസേര മാത്രം മതി. ഞാൻ കൂടുതൽ ഈ സൈലന്റ് ആയിട്ടുള്ള സമയത്താണ് കൂടുതൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നത്, പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുന്നത്. അല്ലാത്ത സമയത്ത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുപോലെ ഈ ചിലപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ചിരിക്കുമായിരിക്കും. അപ്പൊ അതായത് ഞാൻ എവിടെയും പോകുമ്പോൾ ഇങ്ങനെ ഒരാൾ സംസാരിക്കും, ആ കഴുകാനിട്ട തുണി കഴുകാനിട്ടില്ലല്ലോ, അത് ബാസ്ക്കറ്റിൽ ഇങ്ങനെ കൂട്ടി വെച്ചൊക്കെ. അങ്ങനെ ചിലപ്പോ പെട്ടെന്ന് അങ്ങനെ ഒരു ഇത്. നോട്ട് OCD ഒന്നുമല്ല, എനിക്ക് അങ്ങനെ ഡസ്റ്റ് ഉള്ളതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെയല്ല, OCD എന്നുള്ളതല്ല, അത് ഓർഗനൈസ്ഡ് ആയിട്ട് കുറേയും കൂടെ പ്രൊഡക്റ്റീവ് ആയിരിക്കും. അല്ലാതെ ഇത് വൃത്തിയായ സ്ഥലം വൃത്തിയായില്ല എന്ന് പറഞ്ഞ് തുടച്ചുകൊണ്ടിരിക്കുക അങ്ങനൊന്നും അങ്ങനെയല്ല. അടുക്കും ചിട്ടയായിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ മോളാണെങ്കിലും അങ്ങനെയാണ്, അവളുടെ കളിപ്പാട്ടങ്ങളെല്ലാം അടുക്കി വെക്കും. അപ്പൊ അത് ജീൻ എഫക്റ്റ് ആണ്. ആ ജീൻ അവിടെ എന്റെ ജീൻ എഫക്റ്റ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പം അച്ഛനും അമ്മയൊക്കെ ആയാലും അമ്മയുടെ വാർഡ്രോബ്സ് ഒക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. പിന്നെ അച്ഛനും എപ്പോഴും എന്തെങ്കിലുമൊക്കെ അടുക്കി പെറുക്കി. ഇപ്പൊ ഞങ്ങളുടെ വീട് വെച്ചോണ്ടിരിക്കുക, ആ വീട്ടില് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും തൂത്ത് വൃത്തിയാക്കി കിടക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് നിങ്ങൾ വേറെ കാണൂല. അങ്ങനെ പുള്ളി സൂക്ഷിക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് പാസ് ഓൺ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിലേക്കൊക്കെ തന്നെ എത്തിപ്പെടും. പിന്നെ ക്ലിയർ ആയി. ഓക്കെ, ഇനി നിങ്ങൾ ഏറ്റവും സേവ് ചെയ്യുന്ന ആളാരാണ്? കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ആരാണ്? സേവ് ചെയ്യുന്നത് അഞ്ജലിയാണ്. ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് അത് സേവ് ചെയ്യണമെന്ന് വിചാരിച്ച് പർപ്പസ്ലി സേവ് ചെയ്യണത് അല്ലത്.
അല്ല അതൊരു ലൈക്ക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനോ അതിൽ മിച്ചം പിടിച്ചോ അങ്ങനെ വെക്കുന്നില്ല. ഇപ്പൊ നമ്മൾ വീട് വെച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് കംപ്ലീറ്റ്ലി അതിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അത് സേവ്ഡ് ആയി പോണതാ. അച്ഛനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം അച്ഛനാണ് നമ്മുടെ എന്താണ് എന്ത് പറയാൻ പറ്റും, നമുക്ക് അപ്പൊ എന്ന് പറഞ്ഞാൽ പുള്ളിനെ കൊണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാലേ പിന്നെ പുള്ളിയുടെ പിടിക്കും പുള്ളി ചോദിക്കൂലേ അതെന്തിനാ. അത് എല്ലാ ദിവസവും വൈകുന്നേരം കൃത്യമായിട്ട് എത്ര സ്പെൻഡ് ആയി, ഇനി എത്ര ബാലൻസ് ഉണ്ട്, അങ്ങനെ അതൊരു ഡയറി ആയിട്ട് കറക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം നമുക്ക് എന്താണ് അക്കൗണ്ട്സ് വരും. അവിടെ നിന്ന് 2000 രൂപ കുഞ്ഞി മേടിച്ചാൽ പോലും ബാക്കിയുള്ള 50 രൂപ ബാക്കിയൊന്നുമില്ലല്ലോ. ഞാൻ മേടിച്ചു ചില സമയത്ത് പൈസ ഇത്ര ചെലവാക്കുന്ന അവിടുത്തെ ഒരു പേയ്മെന്റ് കൊടുക്കാനുണ്ട്, കൺസ്ട്രക്ഷൻ റിലേറ്റഡ് പേയ്മെന്റ് കൊടുക്കാനുണ്ട്. അപ്പൊ അച്ഛനടുത്ത് കൊടുക്കാൻ പറയുമ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ നിനക്ക് അയച്ചിരുന്നു നീ കൊടുത്താൽ മതി എന്ന് പറയാം. അപ്പൊ അച്ഛൻ പക്ഷേ എഴുതുമ്പോ 2 ജിനോ 25,000 ഇയാള് കാണുമ്പോഴത്തേക്ക് ആ 25,000 അല്ല, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യം, ഒരു ദിവസം വീട്ടിൽ നിന്നപ്പോ എന്തോ പശയോ ടൈലിന്റെ പശ എങ്ങാണ്ടോ വാങ്ങാൻ വേണ്ടിട്ട് 2000 രൂപ കൊടുത്തു. അപ്പൊ കൊണ്ടുപോയിട്ട് എത്രയായി, അപ്പൊ 1995 എന്ന് പറഞ്ഞു. ബാക്കി 50 രൂപ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അതായത് കണക്കുകളെല്ലാം പക്കയായിരിക്കണം. നമ്മളൊക്കെ നശിപ്പിച്ച ഗൂഗിൾ പേ. അപ്പൊ അത് അത്രയും കൃത്യമായിട്ട് അച്ഛൻ അതെല്ലാം കൃത്യമായിട്ടാണ് ചെയ്യണത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു നീക്കിയിരിപ്പുണ്ടെങ്കിൽ അത് ആ അക്കൗണ്ടിലോട്ടാണ് ഞാൻ നീക്കി വെക്കുന്നത്. അതുകൊണ്ട് അത് ചിട്ടയോടാണ് ഈ വീട് വെക്കുന്നതിലേക്ക് വേണ്ടി. അടുത്ത എന്റെ ഒരു ചോദ്യം നിങ്ങൾ ഓൾറെഡി ആൻസർ ചെയ്ത്, ആരാണ് സെന്റിമെന്റൽ, ആരാണ് പ്രാക്ടിക്കൽ? പറഞ്ഞല്ലോ ഞാൻ സെന്റിമെന്റൽ. ഞാൻ എന്റെ പ്രൊഫൈൽ ഇട്ടിരിക്കുന്ന എങ്ങനെയാണ്, അത് പണ്ടേ എനിക്ക് ആ തിരിച്ചറിവുണ്ട്. അതാണ് പലർക്കും ഇല്ലാത്തത്. സെന്റി എന്നിട്ട് മെന്റൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. ക്വാളിറ്റിയാണ്. അതെ. സ്റ്റേ മെന്റൽ. ഓക്കെ, അപ്പൊ നമ്മള് ചേച്ചിയുടെ പ്രൊഫഷൻ നമ്മൾ സംസാരിച്ചു, RJ ആയിരുന്നു. ചേട്ടന്റെ കാര്യത്തിലേക്ക് വരാം. ചേട്ടൻ ബൈ പ്രൊഫഷൻ എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? ഞാൻ ബൈ പ്രൊഫഷൻ ഒരു റെസിഡൻഷ്യൽ സെഗ്മെന്റിൽ ഡീപ്പ് ക്ലീനിങ്ങും പെസ്റ്റ് കൺട്രോൾ സർവീസും കൊടുക്കുന്ന കമ്പനി റൺ ചെയ്യുവാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ട്രിവാൻഡ്രം മുതൽ ഇടുക്കി വരെ സർവീസസ് ഉണ്ട്. ഇടുക്കിയിൽ നമ്മുടെ ഫ്രാഞ്ചൈസി ഉണ്ട്, അടുത്ത മാസം ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ക്ലീനിങ് സ്റ്റാൻഡേർഡ്സ് ഒരു ജനറൽ സ്റ്റാൻഡേർഡ് ഇല്ല. ഇപ്പോൾ താങ്കളുടെ വൃത്തിയും എൻ്റെ വൃത്തിയും ഇവരുടെ വൃത്തിയൊക്കെ പല ലെവൽസിലാണ് നിൽക്കുന്നത്. ചിലത് കൂടിയും കുറഞ്ഞും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഒരു കോമൺ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇരിക്കാത്തതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അഴുക്കായതിനു ശേഷം മാത്രമേ ക്ലീൻ ചെയ്യുള്ളൂ. അപ്പൊ അത് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ആൾക്കാർക്കുണ്ട്. പക്ഷേ ഇത് പലർക്കും മനസ്സിലാവില്ല, വൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നതെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അത് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മോട്ടോ കോൺസെപ്റ്റ് എന്ന് പറയും. നമ്മുടെ ഒരു മോട്ടോ അതാണ്, എല്ലാ വീടുകളും വൃത്തിയായി ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കും ബെറ്റർ റേറ്റ്സിൽ ബെറ്റർ സർവീസ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടൊരു റേറ്റ് പറഞ്ഞ് എടുക്കാൻ പറ്റില്ല. സൈറ്റ് പോയി കണ്ട് അസസ് ചെയ്താലേ റേറ്റ് പറയാൻ പറ്റും. കാരണം എത്രത്തോളം മെസ്സി ആയിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഒരു കാർ വാഷ് ചെയ്യാൻ ഒരാൾ പോകുന്നു, നാളെ സർവീസ് ചെയ്യണല്ലോ, അപ്പോൾ മാക്സിമം അഴുക്കായിട്ട് കാർ സർവീസിന് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് എല്ലാ ആൾക്കാരും ഇരിക്കുന്നത്. പക്ഷേ വൃത്തികേടാകുന്നത് നമ്മുടെ വണ്ടിയാണെന്നുള്ളൊരു ചിന്ത അതിൽ കുറവുണ്ട്. അപ്പൊ അതൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ 8 ഇയേഴ്സോളം ആവും. 8 ഇയേഴ്സ് ആവാൻ പോകും. അതിനൊപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ്സും വൈഫും ഒരേ രണ്ടും സക്സസ്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ വാലന്റൈൻസ് ഡേക്കാണ് ഈ പരിപാടി. അപ്പം ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ചേട്ടനോ ചേച്ചിക്കോ നിങ്ങൾക്ക് അറിയുമോ? താങ്കൾക്ക് നന്നായി അറിയായിരിക്കും. ഒത്തിരി ഒന്നും അറിയില്ല. പക്ഷെ ഈ കല്യാണം നടത്തി കൊടുത്ത ഒരു പാതിരിയുടെ മീൻസ് പ്രീസ്റ്റിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് അറിയാം. റോമിൽ നിന്നങ്ങാണ്ടാണ് ഒരു റോമിൽ തന്നെ വന്നിരുന്നു കല്യാണം, അതായത് യുദ്ധത്തിന് പങ്കെടുക്കാൻ ആൾക്കാരെ കിട്ടുന്നില്ല, എല്ലാവരും ഈ ഭാര്യ കുട്ടികളായിട്ടൊക്കെ ഇരിക്കുന്നു എന്നുള്ള. അപ്പൊ അങ്ങനെ അവരത് ബാൻ ചെയ്യുകയോ എന്തോ ചെയ്തു. അപ്പൊ ആ സമയത്ത് പുള്ളി കല്യാണം നടത്തി കൊടുത്തത് കൊണ്ട് ഈ എംപറർ ഇയാൾക്ക് എഗെയിൻസ്റ്റ് ആവുകയും ഇയാളെ കൊല്ലാൻ ഉത്തരവിടുകയും അങ്ങനെയൊക്കെ ചെയ്തു. കൊന്ന ആ ദിവസമാണ് നമ്മൾ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നത്. രക്തസാക്ഷി ദിനമാണ് നമ്മൾ പലരും മനസ്സിലാക്കുന്നില്ല. പക്ഷെ പുള്ളി പ്രണയത്തിന് വേണ്ടി കുറെ നിന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. അത് നന്നായില്ലേ? നിങ്ങളെ കാണാൻ പറ്റിയില്ലേ? നമ്മുടെ ഇവിടുത്തെ മാതാപിതാക്കൾ അങ്ങനെ നിന്നിരുന്നെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ആവുമായിരുന്നു. ഓക്കെ, ഇനി ഒരു ലാസ്റ്റ് റൗണ്ട് ഓഫ് നമുക്ക് കുറച്ച് ഊരാക്കുടുക്കെന്ന് പറഞ്ഞ നമ്മുടെ ലാസ്റ്റ് സെഗ്മെന്റ് കൊണ്ട് നമുക്ക് പരിപാടി. ഓക്കെ, ഇത് കുറച്ച് കുസൃതി ചോദ്യമാണ്. ഇത് നിങ്ങളുടെ അത് നോക്കണ്ട, രണ്ടുപേരും ഒരുമിച്ച് നിന്ന് എനിക്ക് ഉത്തരം തന്നാൽ മതി. ഓക്കെ, കോമ്പറ്റീഷൻ ഇല്ല ഇവിടെ. ഓക്കെ, ഫസ്റ്റ്, ഒരാൾക്ക് കുളിക്കണം, ഉപ്പും പായസം മാത്രമേ ഉള്ളൂ, അയാൾ എന്ത് ചെയ്യും? പായസത്തിൽ കുറച്ച് ഉപ്പിടും,
എന്നിട്ട് അത് കൊളാവും. കൊളാവും. ആരോടാ മാല നീ ചോദിക്കുന്നത്? അത് ആ കുളത്തിൽ കുളിക്കും. ചോദിക്കും. ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ. അയ്യോ, അതെ, താങ്കൾ നോക്കുന്ന അതേ വെബ്സൈറ്റിൽ ഒരുപാട് ഞാൻ അടിച്ചു. നോക്കട്ടെ, ഞാൻ ഇതിൽ 1-2 വല്ലതും കിട്ടുമെന്ന് എനിക്ക് നോക്കാം. തോന്നുന്നു തൊട്ടടുത്തിരുന്ന് സെർച്ച് ചെയ്തതുണ്ട്. എല്ലാരും ഇഷ്ടപ്പെടുന്ന വാർഡ് ഏതാണ്? അല്ല, അത് ഇഷ്ടപ്പെടുന്ന വാർഡാ. എല്ലാരും ഇഷ്ടപ്പെടുന്ന വാർഡ്. ഓക്കെ, ബൈ ഓർ നോട്ട്? നീ ഉത്തരം പറ, നിന്റെ നിലവാരത്തിലുള്ള ചോദ്യം. ഇല്ലടാ, അറിഞ്ഞൂടാ. ഇല്ല, ആലോചിക്ക് കുറച്ചുകൂടെ. വാർഡ് അറിഞ്ഞൂടാ. അവാർഡ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമാണ്. കൊള്ളാല്ലേ? ആ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഓക്കെ. എല്ലാരും ഭയപ്പെടുന്ന മരം ഏതാണ്? പൂമരമോ? അറിയില്ല. അയ്യോ, ആലോചിക്കാനേ പറ്റില്ല. അതെന്താ? എന്തോ ആ ഭാഗം ബ്ലാങ്ക് ആയി പോയി പെട്ടെന്ന്. വെബ്സൈറ്റ് മാറി. അറിഞ്ഞൂടാ. കഴുമരം. ഓക്കെ, അടിപൊളി. അത് കുറച്ച് ബൗദ്ധിക നിലവാരം ഉയർന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ലെവല് മാറിപ്പോയല്ലേ. ഞാൻ അറിഞ്ഞില്ല ചേച്ചിക്ക് ഇതിനെ പറ്റി ഒരു ജ്ഞാനമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നെക്സ്റ്റ് ടൈം ഇനി വരുമ്പോ. എപ്പോഴും വിശപ്പുള്ള രാജ്യം ഏതാണ്? ഹംഗറി. അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാം. നോളജ്. ഓക്കെ, ഇത്രേ ഉള്ളൂ നമുക്ക്. ഞാൻ ചേച്ചി കോമ്പറ്റീഷന് ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു 10-15 ചോദ്യം ഏതായാലും. അപ്പൊ നമുക്ക് വാലന്റൈൻസ് ഡേക്ക് ഒരു ചെറിയ പെർഫോമൻസ്, ഒരു പാട്ടോ വല്ലതും കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഒരു പാട്ടോ എന്തെങ്കിലും ആയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ഒരുമിച്ച് ഒരു ചെറിയ പെർഫോമൻസ്. പിന്നെ ഒരു കഴിഞ്ഞിട്ടില്ല, നമുക്കൊരു പ്രാങ്ക് കോളും കൂടെ ചെയ്യണം. ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം. പ്രാങ്ക് കോൾ എപ്പോഴും സക്സസ്ഫുൾ ആകൂല. എന്റെ ശബ്ദം കുറെ പേർക്ക് അറിയാം. പിന്നെ എടുക്കുന്ന ആള് പ്രതികരിക്കുന്ന രീതി, പിന്നെ ആളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആകാൻ പാടില്ല. ട്രൈ ചെയ്യാം, നമുക്ക് ട്രൈ ചെയ്യാം. നമ്മള് ഒരു എനിക്ക് തോന്നുന്നു ഒരു 5-6 പേരെ ട്രൈ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പം നിങ്ങൾ കേൾക്കുന്ന ഒരു സക്സസ്ഫുൾ റോങ് നമ്പർ ഇപ്പൊ ഏറാവുന്നത്. അപ്പൊ അതിന്റെ അത്രയും കഠിനാധ്വാനം ഉണ്ട്. സമയമുണ്ട്, നമുക്ക് ട്രൈ ചെയ്യാം. ആദ്യം നമുക്കൊരു പെർഫോമൻസ്, പിന്നെ ഒരു പ്രാങ്ക് കോൾ. ഞാനേ മറ്റേ എന്റെ അടുക്കേ വന്നെടുക്കും. ഇല്ലടാ, ഒന്നുമില്ല. ഞാൻ ഈ അമ്മുമ്മ സൗണ്ട് സ്ഥിരം, അതായത് ഈ മോണോ ആക്ട് സ്വന്തമായിട്ട് നമ്മൾ പഠിച്ച സ്റ്റേജില് സാറൊന്നുമില്ല, വെറുതെ നമ്മളിങ്ങനെ കണ്ടു പഠിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും എന്റെ മോണോ ആക്ട് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു അമ്മുമ്മ ക്യാരക്ടറിലാണ്. എന്താണെന്നറിയോ? സ്റ്റേജിൽ കയറുമ്പോൾ എനിക്ക് എന്തായാലും ഒരു വിറയല് വരും. അപ്പൊ നല്ലോണം വിറച്ച സെറ്റ് ആവുന്ന ഒരു ക്യാരക്ടർ അമ്മുമ്മയാ. അതുകൊണ്ട് മനസ്സിലായോ? ആദ്യം വിറക്കില്ലേ നമ്മള്? അപ്പൊ ആ വിറയിൽ ആരും അറിയാതിരിക്കാൻ വേണ്ടിട്ട് ഈ അമ്മുമ്മ ക്യാരക്ടർ മക്കളെ അത് വെച്ച് എന്തെങ്കിലും ചേച്ചി. അയ്യോ, ഞാൻ പറഞ്ഞും പോയി, തലയിലുമായി. എന്റെ അടുക്കേ വണ്ണടുക്കും പെമ്പരനോളെ. അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇനി ഒരു കോളം കൊണ്ട് ഉണ്ടാകാം. ശരി, ഓക്കെ. ഹലോ, ഇത് വിഷ്ണു രാജാണോ? ഞാനൊരു മാട്രിമോണി സൈറ്റിൽ നിന്ന് വിളിക്കുന്നതാണ്. ചേട്ടാ, ഞാൻ തമിഴാണ്. മനസ്സിലാകുന്നുണ്ടോ സംസാരിക്കുന്നത്? നമ്മള് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നോ? ട്രിവാൻഡ്രം വെബ്സൈറ്റില് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നോ? വണ്ടി ഒന്ന് സൈഡ് ഒതുക്കുമോ? ഇല്ലെങ്കിൽ ചേട്ടൻ പടമാകും. എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഒന്ന് വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് സംസാരിക്കാമോ ചേട്ടാ? ഇപ്പൊ സമയമില്ല, ഞാൻ ഓർഡർ എടുത്തോണ്ടിരിക്കുകയാണ്. ഒരാള് റെഡി ആയിട്ടുണ്ട് ചേട്ടാ. ആ സന്തോഷ വർത്തമാനം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. നാളെ ഒന്ന് വിളിക്കാമോ? ഇപ്പൊ എനിക്ക് ഓർഡർ അടിച്ചില്ലെങ്കിൽ ക്യാൻസൽ ആയി പോകും. നാളെ കുട്ടി ചിലപ്പോ കെട്ടിപ്പോകും ചേട്ടാ. വലിയ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഓരോന്ന് സെറ്റ് ആക്കി വരുന്നത്. നിങ്ങൾ ഇങ്ങനെ സൊമാറ്റോയിൽ ഓടിക്കൊണ്ട് നടന്നാൽ എന്ത് ചെയ്യും? കുട്ടി ഓടിപ്പോകില്ലേ ചേട്ടാ? അങ്ങനെ പറയില്ലേ ചേട്ടാ. മാട്രിമോണി സൈറ്റിൽ നിന്നാണ്. കുട്ടിയുടെ പേര് വീണ എന്നാണ്. ഓക്കെ ആണോ ചേട്ടാ?
പറഞ്ഞോ. ചേട്ടന്റെ ഡിമാൻഡ്സ് ഒന്ന് പറയാമോ? എങ്ങനെയുള്ള കുട്ടിയാണ് വേണ്ടത്? ഇത് മാട്രിമോണി തന്നെയാണോ? പിന്നെ ചേട്ടന് എന്ത് തോന്നി? ഹലോ ചേട്ടാ ഒന്ന് പറയുമോ ചേട്ടന്റെ ഡിമാൻഡ്സ് എന്തൊക്കെയാണെന്ന് മാച്ച് ആകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഇത് ഏത് മാട്രിമോണി എന്ന് പറ. ഞങ്ങൾ കേരളത്തിലെ എല്ലാ പെൺകുട്ടികളെയും മാച്ച് ചെയ്ത് നോക്കി, ആർക്കും ചേട്ടനോട് താല്പര്യമില്ല. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട് മാട്രിമോണിയിലോട്ട് അവർ കൈമാറി വന്നതാണ്. ഇവിടെയാണെങ്കിൽ ഒരുപാട് കുട്ടികളുണ്ട്. ശരി ശരി. ഇവിടുത്തെ കുട്ടികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും വേണ്ട, ചേട്ടൻ എന്തും ചെയ്യാം. ആരാണ്? പാർട്ട് ടൈം ജോലി ചെയ്യാം, ഫുൾ ടൈം ജോലി ചെയ്യാം, എന്ത് വേണോ ചെയ്യാം, വെറുതെയും ഇരിക്കാം. ഇത് ആരാണ്? എന്റെ പേരാണോ? എന്റെ കല്യാണം കഴിഞ്ഞു ചേട്ടാ, 2 കുട്ടികളുമുണ്ട്, ഒരു രക്ഷയുമില്ല. ഓക്കെ, ചേട്ടന്റെ അച്ഛന്റെ പേര് സുന്ദർലാൽ എന്നാണോ? ഇത് ആരാണെന്ന് പറ. ഞാനോ? ചേട്ടാ എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. എന്റെ ഭർത്താവിന് 6 അടി ഉയരമുണ്ട്, അടി തരും. ഈ കോളൊക്കെ റെക്കോർഡിങ്സ് ആയിട്ട് അങ്ങയുടെ കമ്പ്യൂട്ടറിലോട്ട് പോകുന്നുണ്ട് ചേട്ടാ. അധികം എന്നോട് ആ ഡീറ്റെയിലോട്ട് പോകണ്ട. ഞാനിവിടെ ഹോട്ട്സ്റ്റാർ മീഡിയയിൽ വന്നതാണ് ഇന്റർവ്യൂവിന്. അഞ്ജലിയാണ്. ഹലോ. അതെ, പ്രാങ്ക് കോളിന്റെ ആള് തന്നെയാണ്. ഹലോ മൈ ഡിയർ റോങ് നമ്പർ. മനസ്സിലായോ? കല്യാണം കഴിക്കാൻ വലിയ താല്പര്യമുണ്ടല്ലേ? ആണല്ലേ, ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞതിന്. കല്യാണം വേഗം നടക്കട്ടെ ചേട്ടാ. ശരി, ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രാങ്ക് കോളൊക്കെ കഴിഞ്ഞു. വിഷു ആണെങ്കിൽ ഞെട്ടി. വിഷു വണ്ടി ഒതുക്കി. കുറച്ചുകൂടെയൊക്കെ നമുക്ക് ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആകുമായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പിലേക്ക് പോവാണ്. വാലന്റൈൻസ് ഡേ ആയിട്ട് നമ്മുടെ ജനങ്ങളോട് എന്തെങ്കിലും പറയാൻ, യൂത്തിനോട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട്? പ്രണയിക്കൂ, പ്രണയിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെയാണോ? അങ്ങനെയല്ല. ഒരു വർഷത്തിൽ 365 ദിവസമുള്ളതിൽ ഒരു ദിവസമാണ് വാലന്റൈൻസ് ഡേ. ബാക്കി 364 ദിവസം ബാലൻസ് കിടപ്പുണ്ട്. അതെല്ലാവർക്കും ഓർമ്മ വേണം. ഈ ചിരി അപ്പോഴും കാണണം. ഇപ്പം ഈ പ്രണയം ആൾക്കാർക്ക് അങ്ങനെ പണ്ടത്തെ പോലെ ഇങ്ങനെ പ്യുവർ ലവ് അല്ലെങ്കിൽ കുറച്ചുകൂടി സിൻസിയർ ആയിട്ടുള്ള ലവ് ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല. ആരും ഒരാളിങ്ങനെ ഇയാൾ ഓക്കെ ആണ് എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നില്ല. അവരിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത് അല്ലെങ്കിൽ വേറൊരാളെ ട്രൈ ചെയ്യാം, അങ്ങനെ അങ്ങനെ എവിടെ പോയാലും പ്രശ്നങ്ങളാണ്. നിങ്ങൾ അതിൽ അഡ്ജസ്റ്റഡ് ആയി ഒന്ന് അടങ്ങിയിരിക്കും. അവസ്ഥ. അതായത് പ്രണയം എങ്ങനെ പറഞ്ഞു തുടങ്ങി എന്നുള്ളതല്ല, അതെങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്നു എന്നതിലാണ് വലിയ കാര്യം. ഇതിനെക്കാളും മെച്ചപ്പെട്ടത് വേറെ എവിടെ ഉണ്ട് എന്നുള്ള ധാരണ പ്രണയം എങ്ങനെ പറയുന്നു അല്ലെങ്കിൽ പ്രണയം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം, അതെങ്ങനെ നമ്മൾ തുടർന്നു കൊണ്ടുപോകുന്നു എന്നുള്ളതിലാണ്. അങ്ങനെയല്ലടാ, പ്രണയം ആർക്കും ആരുടെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കാം. പക്ഷെ അത് ഒരാളിനെ നമ്മള് ലൈഫ് ലോങ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിലാണ് ക്വാളിറ്റി ഇരിക്കുന്നത്. ക്വാണ്ടിറ്റിയിലല്ല, ക്വാളിറ്റിയിലാണ് കാര്യം. 5-10 ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, മനസ്സിലായി? എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ്, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിച്ചു പോകണം. അങ്ങനെയല്ല, എസ്കേപ്പ് ഇല്ല, ഇനി ഇത് തന്നെ ഉള്ളൂ എന്ന് ലൈഫ്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നൊരു സന്തോഷമായ ഒരു ഹാപ്പി ലവിങ് ഫാമിലിയെ നമ്മൾ കണ്ടു. ഇതുപോലെ തന്നെ ഒരു ലവിങ് ഫാമിലി അല്ലെങ്കിൽ ഒരു പുതിയ ടേണിംഗ് പോയിന്റുമായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ്. ടിൽ ദെൻ ബൈ.